ക്രിസ്ത്യൻ സമുദായത്തിലെ അംഗങ്ങൾക്കായി ശ്മശാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള എന്തെങ്കിലും നിർദ്ദേശം നിലവിലുണ്ടോ അല്ലെങ്കിൽ പരിഗണനയിലുണ്ടോ എന്ന് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ മേഘാലയ ഹൈക്കോടതി സംസ്ഥാനത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് IP മുഖർജി, ജസ്റ്റിസ് W ഡിയങ്ദോ എന്നിവരടങ്ങിയ ബെഞ്ച് പറഞ്ഞു. സംസ്ഥാനത്തിനുടനീളമുള്ള ഖാസി, ജൈന്തീയ സമുദായങ്ങളിൽപ്പെട്ടവരുടെയും ഹിന്ദു മതം സ്വീകരിക്കുന്നവരുടെയും ശവസംസ്കാരം സംബന്ധിച്ച് സമർപ്പിച്ച ഒരു പൊതു താൽപര്യ ഹർജി പരിഗണിക്കവേ ക്രിസ്ത്യൻ വിശ്വാസത്തിലെ വിവിധ വിഭാഗങ്ങൾ അവരുടെ മരിച്ചവരെ ശ്മശാനങ്ങളിൽ സംസ്കരിക്കുന്നതിൽ സമാനമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെന്ന വിവരം ജുഡീഷ്യൽ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ക്രിസ്ത്യൻ സമൂഹത്തെയും ഉൾപ്പെടുത്തി അതിന്റെ വ്യാപ്തി വിപുലീകരിക്കാൻ ബെഞ്ച് തീരുമാനിച്ചു. ഒരു വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സെമിത്തേരി മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളുടെ മൃതദേഹങ്ങൾ അതേ സെമിത്തേരിയിൽ സംസ്കരിക്കാൻ അനുവദിക്കുന്നില്ല. ഇതിന്റെ ഫലമായി സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ മരിച്ചവരുടെ അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് ദുഃഖിതരായ കുടുംബാംഗങ്ങൾക്ക് വളരെ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു. സെമിത്തേരി പങ്കിടുന്നതിനും ക്രിസ്ത്യൻ സമൂഹത്തിന് ശ്മശാനങ്ങളായി ഉപയോഗിക്കുന്നതിന് പുതിയ സ്ഥലങ്ങൾ അനുവദിക്കുന്നതിനും സമാനമായ ആവശ്യമുണ്ട് എന്നതിൽ പറയുന്നു. ക്രിസ്ത്യൻ സമൂഹം നേരിടുന്ന പ്രശ്നം പരിഹരിക്കുന്നതിനും റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനുമായി ബന്ധപ്പെട്ട ജില്ലാ മജിസ്ട്രേറ്റുമാരുമായും സമൂഹത്തിലെ അംഗങ്ങളുമായും കൂടിക്കാഴ്ച നടത്താൻ അമിക്കസ് ക്യൂറി N സിംഗോണിനോട് ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. ഏപ്രിൽ 8 പുറപ്പെടുവിച്ച മുൻ ഉത്തരവിൽ സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ പുതിയ ശ്മശാനങ്ങൾ നിർമ്മിക്കാനുള്ള സർക്കാരിന്റെ നിർദ്ദേശം ബെഞ്ച് ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ അതിന് സമയമെടുക്കും. ഖാസി, ജൈന്തിയ സമുദായങ്ങളിലെ അംഗങ്ങൾക്ക് യോഗങ്ങൾ നടത്തിയ ശേഷം ശ്മശാനത്തിന്റെ പ്രത്യേക ഭാഗങ്ങൾ ഓരോ സമുദായത്തിനും അനുവദിച്ചുകൊണ്ട് മരിച്ചവരെ ദഹിപ്പിക്കുന്നതിനായി ശ്മശാനത്തിന്റെ ഒരു നിശ്ചിത ഭാഗത്ത് പ്രത്യേക ചിത സ്ഥാപിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് അവരുടെ ഹിന്ദു സഹോദരങ്ങളുമായി സൗഹാർദ്ദപരമായി ഒരു ശ്മശാനം പങ്കിടുന്നതിനുള്ള ഒരു മാർഗം കണ്ടെത്തിയതായി അമിക്കസ് ക്യൂറിയും റിപ്പോർട്ട് സമർപ്പിച്ചു.